ശ്രീ ആലപ്പി അഷ്റഫ്, അതായത് ഈ സംഭവം ഒരു വെളിപ്പെടുത്തലായി വന്നത് ബംഗാളി നടിയുടെ ഭാഗത്താണ് നിന്നാണ് രഞ്ജിത്തിനെതിരെ തുറന്നു പറച്ചിലുണ്ടാകുന്നത്. മണിക്കൂറുകൾ ഇത്ര കഴിയുമ്പോഴും സർക്കാരിൻ്റെ നിലപാടാണ് നമ്മെ ഒരുപക്ഷെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണഗതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നടത്തിയ പ്രതികരണം എന്താണ്? അവിടെ ആരും പരാതിക്കാരില്ല, അല്ലെങ്കിൽ അവർ തുറന്ന് പറയുന്നില്ല, ആരും രംഗത്തേക്ക് വരുന്നില്ല എന്നാണ്. ഇപ്പോൾ വെളിപ്പെടുത്തലുമായി ആളുകൾ വരുമ്പോഴും ഒരു സംരക്ഷണ കവചം ഒരുക്കുകയാണെങ്കിൽ സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ് ശ്രീ ആലപ്പി അഷ്റഫ്? അതായത് നമ്മുടെ സാംസ്കാരിക മന്ത്രി ആദ്യം പറഞ്ഞത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്ന് പറയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വരട്ടെ, നമുക്ക് കേസെടുക്കാം, അങ്ങനെ വന്നാൽ കേസെടുക്കുമെന്ന് അദ്ദേഹം ചാനലിനോടും വിളിച്ചു പറയുകയുണ്ടായി. 3 പെൺകുട്ടികളുടെ അച്ഛനാണ് നമ്മുടെ സാംസ്കാരികം. ഇവിടുത്തെ പെൺകുട്ടികളുടെ കണ്ണുനീര് അദ്ദേഹം കാണാതെ പോവുകയാണ് പലപ്പോഴും. അപ്പോൾ ഈ രഞ്ജിത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, രഞ്ജിത്ത് ഒരുപാട് അദ്ദേഹം പറഞ്ഞ പോലെ ഒരുപാട് നല്ല പടങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു വലിയൊരു സംവിധായകൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. 6-ാം തമ്പുരാനായാലും പിന്നെ നമ്മുടെ പാലേരി മാണിക്യം, അതുപോലത്തുള്ള നല്ല നല്ല പടങ്ങൾ ഒരുപാട് തന്നിട്ടുള്ള ഒരു നല്ലൊരു ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം മറ്റൊരു മുഖം, അദ്ദേഹം ഒരു നരമ്പ് രോഗിയായിട്ടാണ് ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവരെ കയറി പിടിക്കാൻ പോകുന്നത് അവരുടെ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ കൈയിട്ട് മുടികളുടെ ഇടയിലൂടെയൊക്കെ കൈ തടവുന്നതൊക്കെ പറയും ഒരുപാട് കഥകൾ, സംഭവങ്ങൾ അവർ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു നരമ്പ് രോഗിയുടെ ചിത്രമാണ് കിട്ടുന്നത്. അദ്ദേഹം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു അന്തസ്സുള്ള ഒരു പ്രസ്ഥാനമാണ്. അവിടെ ഇരിക്കുന്ന ആൾ സംശുദ്ധനായിരിക്കണം, അവിടെ ഇരിക്കുന്ന ആൾ സുതാര്യമായി, അദ്ദേഹത്തിന് സത്യസന്ധനായിരിക്കണം. അവിടെ ഇരിക്കുന്ന ആ പദവിയിലിരിക്കുന്ന ആൾക്ക് കുറച്ച് ധാർമ്മിക ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എത്രയും വേഗം സ്വയം ഒഴിഞ്ഞങ്ങ് പോകണം. ഇവരെ കാത്തിരിക്കേണ്ട. കാരണം ഇവർക്ക് ഈ ഭരണകൂടത്തിന് അവരുടെ പാർട്ടിയിലുള്ളവർ പോലും നീതി ചോദിച്ചിട്ട് കൊടുക്കാത്ത ആണെന്ന് ഓർക്കണം. പലപ്പോഴും ആ പാർട്ടിയിലുള്ള അണികൾക്ക് പോലും സ്ത്രീ പീഡനം ഉണ്ടാകുമ്പോൾ അവർ സംരക്ഷിച്ചിട്ടുള്ള ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഇവിടെ എങ്ങനെ വരും? അപ്പോൾ അതുകൊണ്ട് ഈ സജി ചെറിയാൻ ഒരു കാര്യം മനസ്സിലാക്കുന്ന നന്നായിരിക്കും, പഴയ ചരിത്രങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഏറ്റവും വലിയ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ഒന്ന് യൂട്യൂബിൽ കയറിയാൽ അറിയാം, ത്യാഗരാജ ഭാഗവതർ എന്ന് പറഞ്ഞൊരു വലിയ ചലച്ചിത്ര താരം, സ്വന്തമായി പാടി അഭിനയിച്ച ഒരാൾ. അദ്ദേഹത്തിനുണ്ടായ ആരാധകർ ഇന്നും നമ്മൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പോകുന്ന വഴിയിലെ മണ്ണെടുത്ത് വീട്ടിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അദ്ദേഹം യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ജനക്കൂട്ടം വന്ന് ട്രെയിൻ തടഞ്ഞ് കാണാൻ വേണ്ടി തടഞ്ഞു നിർത്തിയ സംഭവമുണ്ട്. ഒരു കേസിൽപ്പെട്ടു, വർഷങ്ങളോളം ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി വർഷങ്ങളോളം പിടിച്ചകത്തിട്ടു. അയാളെല്ലാം തകർന്നു പോത്തപ്പോൾ ദാരുണമായ ഒരു അന്ത്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. സുമൻ എന്ന് പറഞ്ഞൊരു നടൻ, MGR ഭരിക്കുന്നു, സിനിമാക്കാരാണ് MGR, സിനിമാക്കാരെ സംരക്ഷിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് MGR. പക്ഷേ സുമൻ എന്ന് പറഞ്ഞ നടൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ വീഡിയോ അല്ല, അന്നുള്ള ഈ 16mm ഫിലിമാണ് അന്നത്തെ കാലത്ത്. അതിൽ ഷൂട്ട് ചെയ്തു, ബ്ലൂ ഫിലിം ഷൂട്ട് ചെയ്യുക എന്ന് പറയും. അത് ഷൂട്ട് ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഇട്ടുകൊടുത്തു. MGR അറിഞ്ഞു, പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവനെ പിടിച്ചുകൊണ്ട് വന്ന് 10 വർഷത്തോളം അയാൾക്ക് തടവ് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക മാത്രമല്ല, രഹസ്യമായ ഒരു നിർദ്ദേശം കൂടെ കൊടുത്തു, ഇവനെ വിടാൻ പാടില്ല, ഇവന് 4 പെട കൂടെ കൊടുക്കണം എന്ന്. ക്രൂരമായ മർദ്ദനത്തിന് വരെ അയാളെ വിധേയമാക്കി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ജയിലിലേക്കിടാനോ അല്ലെങ്കിൽ ഉടനടി അങ്ങ് പിടിച്ച് ജയിലിലേക്കിടാനോ ഒന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു ക്രൈം, ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കൊഗ്നിസിബിൾ ഒഫൻസിലേക്ക് വെളിവാക്കുന്ന തരത്തിലേക്ക് ഒരു സർക്കാരിന് ഒരു ഇര തന്നെ വന്ന് നേരിട്ട് അല്ലെങ്കിൽ അവർക്കുണ്ടായ ദുരനുഭവം പറയുകയാണ്. അപ്പോൾ എന്താണ് ആക്ട് ചെയ്യാം സർക്കാരിന്? ഞാനതാണ് നേരത്തെ ചോദിച്ചത്, ഇത്തരം ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കിട്ടുമോ എന്നുള്ളതാണ്. നാഴികയ്ക്ക് 40 വട്ടം ഇവർ പറയുന്നു സ്ത്രീ സുരക്ഷയെന്ന്. വനിതാ മതിലും നവോത്ഥാന മതിലുമൊക്കെ കെട്ടിയുയർത്തി ആളുകളെ കൈകേർത്ത് ചങ്ങല പിടിപ്പിച്ച ഒരു സർക്കാരിന് ഒരു ഉത്തരവാദിത്തമില്ലേ? ഉറപ്പായിട്ടുണ്ട്. ഞാൻ അതിലോട്ടാണ് കടന്നു വരുന്നത്. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ എത്രയോ പേരെ നികൃഷ്ടജീവി, പരനാറി, വിവരദോഷി എന്നൊക്കെ വിളിച്ച് പുരോഹിതന്മാരെ വരെ വിളിച്ചിട്ടുണ്ട്. ഇവരെയല്ലേ വിളിക്കേണ്ടത്? ഈ നികൃഷ്ടജീവി എന്നൊക്കെ വിളിക്കേണ്ടത്. അവരെ എല്ലാവരെയും സംരക്ഷിക്കുകയും മതപുരോഹിതന്മാരെല്ലാം നികൃഷ്ടജീവിയും എന്നൊക്കെ പറയുന്നത്. അത് ഈ സ്ത്രീ പീഡകരെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? ഈ 15 അംഗ പവർഫുൾ സംഭവത്തിൽ അവരെ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നില്ല? അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാണുകയാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യമുണ്ട്, ഈ രഞ്ജിത്ത് മാത്രം രാജിവെച്ചാൽ പോരാ. നമുക്കൊരു കാലത്ത് കലാകാരന്മാർക്ക് ഈ
സാംസ്കാരിക മന്ത്രി ഇരിക്കുമ്പോൾ നീതി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സീനിയറായ ഒരാളാണ് പറയുന്നത്. ഞാൻ 3 തലമുറയിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഞാൻ പ്രേമനസീറിനെ വെച്ച് 3 പടമെടുത്തിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാലും മറ്റേ പുതിയ തലമുറ എല്ലാം വെച്ച് പടമെടുത്തിട്ടുള്ള ഒരാളാണ്. ഈ അനുഭവങ്ങൾ വെച്ച് പറയുന്നത് ഇദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ നീതി പ്രതീക്ഷിക്കരുത്, ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് രഞ്ജിത്ത് സ്വയം, അദ്ദേഹം ഒരു നല്ലൊരു കലാകാരനാണെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെച്ച് മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, ഈ 15 അംഗ സംഘം ആരാണെന്ന് വെളിപ്പെടുത്തണം. അത് വേട്ടക്കാരന്റെ പേര് ലോക ചരിത്രത്തിൽ എല്ലായിടത്തും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വേട്ടക്കാരന്റെ പേര് ഹോളിവുഡിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ള ഭാഷകളിൽ ഇന്ത്യൻ മറ്റ് ചലച്ചിത്ര മേഖലയിലുള്ളവരെ കുറ്റകൃത്യം ചെയ്തവരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മാത്രം അവരെ 2 പേരെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കോൺക്ലേവ് നടത്താമെന്നാണ് മന്ത്രി പറയുന്നത്. തീർച്ചയായും അതിന്റെ രസമൊക്കെ നമുക്ക് പറഞ്ഞു വരാം. ഞാൻ താങ്കളിലേക്ക് ഞാൻ ഉടനടി എത്താം.